വളരെ എളുപ്പത്തിൽ കുക്കറിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു എഗ് ഫ്രൈഡ് റൈസ് ചെയ്ത് നോക്കാം. കുക്കറിൽ 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് കുറച്ച് ഓയിൽ കൂടി ചേർത്ത് പട്ട, നല്ല ജീരകം, 2 ഗ്രാമ്പൂ ഒന്ന് വഴറ്റിയെടുക്കാം. റൈസിന് ആവശ്യമായ 1 സവാള, 5 അല്ലി വെളുത്തുള്ളി, കുറച്ച് മല്ലിയില, 1 ക്യാരറ്റ്, 4 ബീൻസ് എന്നിവ അരിഞ്ഞ് റെഡിയാക്കി വയ്ക്കണം. മസാല ഒന്ന് വഴണ്ടു വരുമ്പോഴേക്കും ഇവ ചേർത്ത് കൊടുക്കാം. 1/2 കിലോ ബസ്മതി അരിയാണ് എടുത്തിരിക്കുന്നത്. അരി കഴുകി അരമണിക്കൂറെങ്കിലും കുതിരാനായി വെക്കണം. 1 കഷ്ണം മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കുക. പച്ചക്കറി ചെറുതായി വഴണ്ടു വരുമ്പോഴേക്കും കുതിർത്ത അരി ചേർത്ത് ചെറുതായി ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ചോറ് തമ്മിൽ ഒട്ടിപ്പിടിക്കില്ല. അതുപോലെ തന്നെ വെജിറ്റബിൾസിൻ്റെ കളറും അധികം മാറേണ്ട ആവശ്യമില്ല. 1 ഗ്ലാസ് അരിക്ക് 1 ഗ്ലാസ് വെള്ളം എന്ന രീതിയിലാണ് ഇവ എടുത്തിരിക്കുന്നത്. 1/2 കിലോ അരി ഏകദേശം 4 ഗ്ലാസ് ഉണ്ടാകും. അപ്പോൾ 8 ഗ്ലാസ് വെള്ളം. അരി നല്ലപോലെ മിക്സ് ചെയ്ത് ആവശ്യമായ ഉപ്പും ചേർത്ത് കുക്കർ അടച്ച് 2 വിസിൽ, അപ്പോഴേക്കും അത് റെഡിയാവും. സിമ്പിളായ എഗ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത് കൊണ്ട് 1/2 കിലോ അരിക്ക് 4 കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത്. ചിക്കനോ മറ്റും എന്ത് മീറ്റ് വേണമെങ്കിലും ഉപയോഗിക്കാം. കോഴിമുട്ട ആദ്യം ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് അരി വറുക്കാൻ ഉപയോഗിക്കുന്ന പാത്രത്തിൽ ഒന്ന് വറുത്ത് മാറ്റി വയ്ക്കണം. റൈസ് നമുക്ക് കുക്കറിൽ തന്നെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ മറ്റൊരു പാത്രത്തിൽ മാറ്റി അല്പം സോയാ സോസ് ഒഴിച്ച്, ഞാനിവിടെ 2 സ്പൂൺ ഒഴിക്കുന്നുണ്ട്, അത് ടേസ്റ്റിനനുസരിച്ച് നമുക്ക് മാറ്റി ഉപയോഗിക്കാം. ലേശം കുരുമുളക് പൊടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. അരി ഒന്ന് കളർ മാറി വരും വരെ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ചോറിൻ്റെ കളർ എല്ലായിടത്തും ഒരേപോലെ ആയി എന്ന് കണ്ടാൽ ചോറ് നല്ലപോലെ മിക്സായി എന്നാണ് അർത്ഥം. അല്പം മല്ലിയിലയും നെയ്യും ഇട്ട് നല്ലപോലെ ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം. 10-15 മിനിറ്റ് നല്ലപോലെ മിക്സ് ആയതിനു ശേഷം നേരത്തെ വറുത്ത് വെച്ച മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട ചേർത്ത് ഒരു 5 മിനിറ്റും കൂടി ഫ്രൈ ചെയ്തെടുത്താൽ അടിപൊളി ടേസ്റ്റി എഗ് ഫ്രൈഡ് റൈസ് റെഡി. ആവശ്യമെങ്കിൽ അല്പം ഗരം മസാല പുറത്ത് തൂളിക്കൊടുത്താൽ രുചി അല്പം വർദ്ധിച്ച് കിട്ടും. അപ്പോൾ ബൈ.